വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ സ്പേസ് വളരെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. ഒരു 5 വർഷം കഴിഞ്ഞ് ദൈവം കരുണ ചെയ്താൽ ഇത് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടക്കുന്ന ഒരു സ്ഥലമായിട്ട് രൂപാന്തരപ്പെടേണ്ടതാണ്. അത് നിങ്ങളുടെ കയ്യിൽ വേർതിരിക്കുകയാണ്. ചെറുതായിട്ട് അതിന് ഒരു ആരംഭം കുറിക്കാൻ മാത്രം സാധിച്ചതാണ്. ഈ സമ്മേളനത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ. ഉദാഹരണം പറഞ്ഞാൽ 1500 രൂപയാണ് ഡയാലിസിസ്. ഇവിടുത്തെ ഒരു ചെറിയ സംഘം ആളുകൾ വിചാരിച്ചാൽ, ഇവിടുത്തെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന പലരും വെച്ചാൽ, ഞാൻ ഒരാളുടെ ഒരു പ്രാവശ്യം ഡയാലിസിസ് സ്പോൺസർ ചെയ്യും. ഞങ്ങളുടെ ഒരു കുടുംബം അല്ലെങ്കിൽ വേറൊരു കൂട്ടര് ഇന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാം. ഇവിടെ ഒരു ക്യാമ്പ് വരുമ്പോൾ കുറെ വോളണ്ടിയേഴ്സ് വേണം. ഇവിടുത്തെ ചെറുപ്പക്കാരെ ഉത്സാഹിച്ചാൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളിലും ഞാൻ ഈ സമയത്ത് അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകല്ല. പക്ഷേ ഐ വുഡ് ലവ് ടു ബെഗ് ആൻഡ് ലോങ് ടു സീ നിങ്ങൾ തിരിപ്പോയി വളരെ സന്തോഷത്തോടെ ഇതിനകത്ത് സഹകരിക്കാനായിട്ട് നിങ്ങളുടെ ക്രിയാത്മകമായിട്ട് സംഭാവനകൾ നാണയങ്ങൾ മാത്രമാണ്. ഇത് നമ്മുടെ ആണെന്ന് ഓൺ ചെയ്ത് ഈ പ്രദേശത്തിനുള്ള വളർച്ചയ്ക്ക് ശ്രീ പി ജേക്കബ് അതുപോലെ തന്നെ ജോർജ് പോൾ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇതിനൊരു വീഴ്ച വന്നാൽ ആ സമയത്ത് താങ്ങായിട്ട് നിൽക്കേണ്ടത് നാട്ടുകാരാണ്. അത് അതേ സമയത്ത് വീഴ്ച വരാതെ നിർത്താനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കുന്നത് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മാത്രം ഞാൻ വാക്കുകൾ ഏൽപ്പിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കുന്നു. അനുഗ്രഹമായിട്ട് ഇത് വളർത്തിയെടുക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ സമയം വേർതിരിക്കാൻ സാധിക്കുന്ന ധാരാളം പേരുണ്ട്. വളരെ കാഷ്വലായിട്ട് ദൈവം അനുവദിച്ചാൽ ഇവിടെ ഒരു കൗൺസിലിംഗ് സെന്ററും കൂടെ ആവശ്യമാണ്. ഒരു രോഗി വരുന്ന തളർച്ചയിലാണ്. ആ സമയത്ത് 4 മണിക്കൂറോളം കിടക്കണം. ഒരു 5 മിനിറ്റ് ആരെങ്കിലും സ്വന്തം വാക്കുകൾ പറഞ്ഞാൽ മാറ്റങ്ങൾ വരും. ഇതിനകത്തെല്ലാം ചികിത്സയുടെ മാത്രമല്ല. ഡോക്ടർ കിഷോർ പറയും, ആളുടെ നിലപാടാണ് പ്രത്യേകം ഉള്ളത്. ഒരു ക്യാൻസർ രോഗിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് പോസിറ്റീവ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് പകുതി അവിടെ കഴിയും. ഞാനൊരു രഹസ്യക്ക് പറയുന്നതല്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശുശ്രൂഷയിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ചെയ്യാവുന്ന എല്ലാ ഒത്താശകളും സഹായങ്ങളും സഹകരണങ്ങളും വേണം. ഇവിടെ വരികയും പോവുകയും ചെയ്യുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടാവണം. അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്യാം. ഈ ഷാലൂന് ആക്ട് ചെയ്യേണ്ട സമയമായിരുന്നു ഇവിടെയാണ് വന്നത്. പക്ഷേ ഇതുപോലൊരു തീം കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു രോഗിയുടെ അമ്മയായിട്ടോ ഭാര്യയായിട്ടോ മകളായിട്ടോ ഒക്കെ അഭിനയിക്കേണ്ടി വന്നാൽ ഇനി ഒരു പ്രയാസവും വളരെ സുന്ദരമായിട്ട് അഭിനയിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് വന്നാൽ. അതുകൊണ്ട് അതുപോലുള്ള ആളുകൾക്കും പ്രയോജനമുള്ള ഒരു വേദിയായിട്ട് വരികയാണ്. വന്നതിൽ അങ്ങേയറ്റം സന്തോഷവും നമ്മുടെ കടപ്പാട് അറിയിക്കുന്നു. എല്ലാവർക്കും ഇന്ന് വരെ വളർന്നതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഫലങ്ങൾ, അവര് പ്രതീക്ഷിക്കാത്ത മേഖലകളിലുള്ള അത്ഭുതകരമായിട്ടുള്ള സാന്നിധ്യവും നേതൃത്വവും അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന നാളിലേക്ക് ഈ 2017 നമ്മൾ ക്ഷണിക്കുന്നു. ദൈവം താല്പര്യപ്പെടുന്നു ആ അനുഗ്രഹകരമായിട്ടുള്ള അനുഭവത്തിലേക്ക് നടന്നു നീങ്ങാം. അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു പിതാവിൻ്റെ ചെറിയ ഒരു ഷോർട്ട് ക്ലിപ്പിംഗ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് ഫർദറായിട്ട് കൂടുതലായിട്ട് പ്രചോദനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി 2017 തുടർന്നുള്ള നാളുകളും കൂടുതൽ അനുഭവവും നല്ല സാക്ഷ്യവും നമ്മുടെ ക്രിയാത്മകമായിട്ട് സംഭാവന നൽകുന്നതുമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ദൈവം